അങ്ങനെ എല്ലാവരുടെയും അനുവാദത്തോടെ വിക്രം വേദയുടെ അരികിലെത്തിയിരിക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, ഞാൻ നീ പറയുന്നത് പോലെ മാറാൻ തീരുമാനിച്ചാൽ നീ നിന്റെ ഈ തീരുമാനം മാറ്റുമോ? ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ശ്രീനിവാസനുമായിട്ടുള്ള സകല ബന്ധവും ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ അച്ഛന് വാക്കു കൊടുത്തിട്ടുണ്ട്. കാലങ്ങളായിട്ട് എന്നോട് ഒന്നും മിണ്ടാതെ പറയാതെ നടന്നിരുന്ന അച്ഛനെ എനിക്ക് തിരിച്ചു കിട്ടാൻ കാരണമായത് നീയാണ്. അപ്പോൾ ആ അച്ഛന് കൊടുത്ത വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല എന്ന് വിക്രം വേദയോട് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ വേദ ഭയങ്കര ദേഷ്യത്തിൽ തിരിച്ചു പറയാണ്, ഒരു ഭാര്യയും ഭർത്താവുമായി നമ്മൾ ഒരു കാലത്തും ജീവിച്ചിട്ടില്ല, അതുകൊണ്ട് ആ അവകാശവാദം ഒന്നും വേണ്ട. വിക്രം ചോദിച്ചു, മലയ്ക്ക് പോയി ഞാൻ തിരിച്ചെത്തുമ്പോൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ടെന്ന് നീയാണ് എന്നോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ വേദ വളരെ ദേഷ്യത്തിൽ ഇതാണ് ആ തീരുമാനം എന്ന് മുന്നും നോക്കാതെ വിക്രമിനോട് മുഖത്തടിച്ച പോലെ അങ്ങോട്ട് പറഞ്ഞു. വേദയുടെ ഈ സംസാരം കേട്ടപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാൻ വിക്രമിന് തോന്നിയില്ല. ശരി എന്ന് മാത്രം പറഞ്ഞിട്ട് ആ വിഷമത്തോടെയുള്ള ഒരു ചെറിയൊരു ചിരിയും ചിരിച്ച് വിക്രം അവിടെ നിന്ന് പോവുകയാണ്. വിക്രം അവിടെ നിന്ന് പോയപ്പോൾ വേദയ്ക്ക് അങ്ങനെ പറയേണ്ടി വന്നല്ലോ എന്ന് ഓർത്തിട്ട് വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട്. അങ്ങനെ വേദ അവിടെ നിന്ന് കരയുന്നതാണ് നമുക്ക് അവസാനം കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ നമുക്ക് കാത്തിരുന്ന് കാണാം.